മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാക്കുകൾ അല്പസമയത്തിനകം നമ്മൾക്ക് കേൾക്കാൻ കഴിയും. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തത്സമയം അടൂരിലെ വീടിന് മുമ്പിൽ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നു വാക്കുകൾ. എൻ്റെ സുഹൃത്തും, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ്. അവന്തിക അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഓഗസ്റ്റ് മാസം 1-ാം തീയതി വൈകുന്നേരം 8:24 ഇത് ഒരു ചാറ്റാണ്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാത്രിയിൽ 8:24 അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു. അത് ഞാൻ കാണിക്കാം. അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു. അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു, ഇപ്പം എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു. ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ, എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ്. സമൂഹ മാധ്യമത്തിലൂടെ CPM മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ, വാലും തലയും ഇല്ലാതെ. അപ്പം ഞാനും ചോദിച്ചു, അവന്തിക അങ്ങനെ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ച കോളാണ്. അപ്പോൾ അതിനുശേഷം ആ കോള് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവന്തിക തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കത് അയച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനത് കോള് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം. വെയിറ്റ് എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, ക്യാൻ യു ആസ്ക് ദം, ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. ഓക്കെ, ഷുവർ. അപ്പം വാട്ട് ടൈം കോളിനെ പറ്റിയിട്ടാണ് കേൾക്കുന്നത്. അന്നേരം ജസ്റ്റ് നൗ. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നു, ക്യാൻ ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ? യെസ്. എന്നിട്ട് ഇനി ഞാൻ ശബ്ദം കേൾപ്പിക്കാം. ന്യൂസ് 18 റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞ, അപ്പൊ അത് സംസാരിക്കുന്നേ, അതിങ്ങനെ എല്ലാം സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ കാര്യം പറയാം. ഓടി വരുന്നില്ല, എവിടുത്തെ നോക്കി സൈഡിലേക്ക് നിങ്ങൾ ഇത് കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തെന്നാണ് പറഞ്ഞത്. അപ്പം അതിനിടയിലാണ്, കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ്സിൽ ഇത് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു അലിഗേഷൻ ഉണ്ടായി അറിഞ്ഞായിരുന്നോ? ഞാനായിട്ട് ബന്ധപ്പെട്ടോ? റിലവന്റ് അല്ലാത്തതായതുകൊണ്ട് ആവശ്യമുള്ള വോയിസ് പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാൻ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. ഇല്ല. അപ്പൊ ക്ലിയർ ആയത്. ഈ പരാതി പറഞ്ഞതാരാണ്? ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അത് വിട്ടേക്കുക, സംഭവം വിട്ടേക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞു നടക്കുമ്പോ അത് ആരാന്ന് അറിയാനുള്ള അവകാശമില്ല ചേട്ടാ, അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനല്ല, നിങ്ങളെ മോശമായിട്ടൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. മോശമല്ലെങ്കിൽ കേരളത്തിലൊരു MLA, പാലക്കാട് MLA ആണ്. ആ MLA ആയിട്ട് എനിക്കും
ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ, ഇല്ലേ? ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്നല്ല പറഞ്ഞത്, നിങ്ങൾക്കൊരു വാട്സാപ്പ് ചാറ്റിൽ മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ അതന്നെ അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ? മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അത് പറഞ്ഞു നടക്കുന്ന ആരാന്ന് അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ? ഞാൻ ആളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോ എങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ എങ്ങനെയാണ്? ഞാൻ അങ്ങനെയാന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ് ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റീനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്, അതിനുള്ള എല്ലാ വഴികളും ഉണ്ട്. പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് ചുമതല എന്താണ് ഇപ്പൊ? എനിക്ക് നിലവിൽ എനിക്ക് പാർട്ടിയിൽ ചുമതല ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ സംഭാഷണം നിങ്ങൾ കേട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ അതിനുശേഷം അവർ അന്നത്തെ ദിവസം ഞാൻ വിളിച്ചു, അതായത് ഇവർ പുറത്ത് പറയുന്ന ദിവസവും പിന്നുള്ളതെല്ലാം കാഷ്വൽ സംഭാഷണങ്ങളാണ്. അത് രണ്ടുപേര് തമ്മിലുള്ള കാഷ്വൽ സംഭാഷണങ്ങൾ, അതിനകത്ത് ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമില്ല, അത് പുറത്ത് പറയേണ്ട കാര്യമില്ല. ഇനി അന്നത്തെ ദിവസമാണ് ഇവരാരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് ഇവരങ്ങനെ എന്നോടിത് പറഞ്ഞിട്ട് നിൽക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പോൾ അന്നേരമാണ് മറ്റൊരു അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മാധ്യമങ്ങളെ കാണാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് 2 തവണ അവരെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് വോണ്ട് ടു ടോക്ക് ടു യു എന്ന് പറയുന്നു. അപ്പോൾ ആ സംഭാഷണമുണ്ട്. അതിനുശേഷം ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനിത് ഇതിനെപ്പറ്റി പറയട്ടെ, അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമല്ലോ. അപ്പം ഞാനിത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവരോട്. അതായത് ഇത് സംഭാഷണമാണല്ലോ. ഞാൻ യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ ഫോർ ജസ്റ്റിസ് ഇൻ ദിസ് ഇഷ്യൂ നോ എന്നുള്ളതാണ് എന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞാൻ പറയുന്ന സംഭാഷണം. ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ അവർ പിന്നീട് പറഞ്ഞത് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്നാണ്. ഈ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്ന് അങ്ങോട്ട് ആ റിപ്പോർട്ടറാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളത് കേട്ടു. അങ്ങനെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അവരെങ്കിൽ, അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ അവരിപ്പോഴും പുറത്ത് പറയില്ലായിരുന്നു. പോട്ടെ, അത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്ത് പറയാമെന്ന് വിചാരിക്കാം. പക്ഷേ ആ റിപ്പോർട്ടർ വിളിക്കുമ്പം അത് അവരെന്നെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ആ റിപ്പോർട്ടർ വിളിക്കുന്ന കാര്യം എന്നെ അറിയിച്ചു എന്നുള്ളത് വരെ ഇരിക്കട്ടെ. ആ റെക്കോർഡിങ് അവർ തന്നെ എനിക്ക് അയച്ചു തരുമോ? നിങ്ങളുടെ ഒരു യുക്തിയിൽ ഇപ്പം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിചാരണകൾക്കിടയിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പം ഞാൻ വലിയ ഒഫൻഡറായിട്ടാണല്ലോ ഇപ്പം മാധ്യമങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നത്. അക്കാലത്ത് ഇപ്പൊ ഞാനും മലയാളിയല്ലേ. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട്, അപ്പം ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് എൻ്റെ തകർച്ചയായിരിക്കണമല്ലോ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹിക്കുന്ന ആൾ എന്തിനായിരിക്കും അന്ന് രാത്രിയിൽ ഇതിൻ്റെ ഒരു പരിസരവും ഇല്ലാത്തൊരു സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ വിവരം പറഞ്ഞത്? എന്തിനായിരിക്കും എനിക്ക് അവർ ഈ കോൾ റെക്കോർഡിങ് അയച്ചു തന്നത്? ഇനിയും അതും ഇപ്പോൾ പരിശീലിപ്പിക്കുന്ന പോലെ അവർക്ക് ആർക്ക് വേണമെങ്കിലും പരിശീലിപ്പിക്കാം. അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂടുതലായിട്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവരെ ഏതെങ്കിലും തരത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞാൻ അവരെൻ്റെ സുഹൃത്താണ്. അപ്പോൾ നിങ്ങളിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളിൽ പലരും ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി നിങ്ങളുടേതായ ജോലികൾ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ പേരിൽ നിങ്ങളെ തള്ളി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങളിപ്പോൾ എനിക്കെതിരായി വാർത്ത കൊടുക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരായിട്ട് ഞാൻ പറയേണ്ടുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അവർ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഞാൻ തള്ളി പറയാനൊന്നും ഈ നിമിഷം നിൽക്കുന്നില്ല. പക്ഷേ ഈ വാർത്തകളുടെ വലിയ പേമാരിയുടെ കാലത്ത് ഇത്തരം ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇന്ന് നടന്നതല്ല, ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടന്നതാണ്. അതുകൂടി എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാനായിട്ട് തീരുമാനിച്ചത്. ഇനിയും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ജനങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട്. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി, അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ് അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത്. ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ തന്നെ മറുപടി പറയാം. താങ്ക് യു.
ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ മറുപടി പറയാം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം രാജി ഇന്ന് ഉണ്ടാകില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ അത് ദിവസമല്ല, പ്ലൂറലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബഹുവചനം. അതായത് ബാക്കിയുള്ള ദിവസങ്ങളിൽ മറുപടി പറയാം. ഇതേപോലെ ഒന്നൊന്നായിട്ട് ഓരോരോ കാര്യങ്ങളിൽ വിശദീകരണം നൽകാനുണ്ട്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല, ആക്കിയിട്ടില്ല. അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ യുവതി, ആ യുവതി ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു സാധനമല്ല. പിന്നെ എന്തുകൊണ്ട് പറയാൻ വൈകി എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരല്ലേ, സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരും ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കൂ. അതിൻ്റെ ഇനിയും നിങ്ങളൊക്കെ ആരോപിക്കുന്ന പോലെ നിങ്ങൾക്ക് പലരും ഞാൻ വലിയ ഒഫൻഡറാണെന്നൊക്കെ പറയുന്നു. അത് കോടതിയും നിയമങ്ങളുമാണ് ഞാൻ ഒഫൻഡറാണോ അല്ലയോ എന്ന് പറയേണ്ടത്. പക്ഷേ എങ്കിൽ പോലും എല്ലാവരും മനുഷ്യന്മാരാണല്ലോ. അപ്പം എനിക്കും എൻ്റേതായിട്ടുള്ള ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല. പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിനകത്ത് അവർക്ക് ഞാൻ ചിലതൊക്കെ കാണുമ്പോൾ അവർക്ക് പ്രതിരോധിക്കേണ്ടി വരികയാണ്. ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ്. ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത്, ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ കാരണം ഇപ്പം എന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യന്മാർ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളൊന്നും എൻ്റെ ഫോണിന് വിശ്രമമില്ല. പല ഫോണുകളും എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്, ചില ആളുകൾ നിശിതമായി വിമർശിക്കുന്നുണ്ട്, ചില ആളുകൾ സങ്കടപ്പെടുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിനൊക്കെ എനിക്ക് ആളുകളോടെല്ലാം അങ്ങനൊരു സാഹചര്യം ഉണ്ടായതിനകത്ത് എനിക്ക് അവരോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ ഈ നിമിഷത്തിൽ കഴിയുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾ വഴി ജനങ്ങളോട്, ജനകീയ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വഴി ജനകീയ കോടതിയിലും, അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീതിന്യായ കോടതിയിലൂടെയും ഞാനത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അടൂരിലെ വീട്ടിൽ നടത്തിയ ഈ വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം ചേരും. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയും ചേരും. ന്യൂസ് ഡെസ്കിൽ നിന്നും തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നും 2 പേർ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയുണ്ടാവും. 2 ഘട്ടങ്ങളിലായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഒന്ന് വീടിൻ്റെ മുമ്പിൽ വന്ന് സംസാരിച്ചു, അതിനുശേഷം ഇത്രമേ പറയാനുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിൽ പറയാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി വീണ്ടും തിരികെ വന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിച്ചു. രാജിക്കാര്യവുമായി ബന്ധപ്പെട്ടോ തനിക്കെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ വ്യക്തത വരുത്തിയില്ല. അതേക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. ഏകപക്ഷീയമായിട്ട് തനിക്ക് പറയാനുള്ളത് മാത്രം പറയുകയായിരുന്നു. തിരിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അകത്തേക്ക് പോവുകയുണ്ടായി. ട്രാൻസ്ജെൻഡർ യുവതിയായിട്ടുള്ള അവന്തികയുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പ്, അതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. അവന്തിക ഒരു തരത്തിലുള്ള ആരോപണവും മുന്നോട്ട് വയ്ക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ അവന്തിക തന്നെ വിളിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവാദമുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ടർ ചോദിച്ച കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ആ കാര്യത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവെക്കുകയും ചെയ്തു. അതായത് അവന്തികയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിവാദമുണ്ടാക്കാൻ മാധ്യമപ്രവർത്തകർ, ഒരു റിപ്പോർട്ടർ ശ്രമിച്ചു. മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ. ഇതേപോലെ തന്നെ ആയിരിക്കും മറ്റുള്ള കാര്യങ്ങളും, അവയെക്കുറിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ സൂചിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. അതിൻ്റെ അർത്ഥം രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ആരോപണത്തിൽ, അവന്തികയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ വിശദീകരണം നൽകുന്നു. ബാക്കിയുള്ള കാര്യങ്ങളിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ വിശദീകരണം ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം രാജി ഇല്ല എന്ന കൃത്യമായിട്ടുള്ള സൂചനയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആ രീതിയിലുള്ള വിശദീകരണം നൽകുന്നു. അതുല്യ രാമേന്ദ്രൻ ചേരുന്നു. അടൂരിലെ വീട്ടിൽ നടന്ന ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് തുടക്കം മുതൽ ഒടുക്കം വരെ ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ? ബനേഷ്, പ്രധാനമായും ഒരു രാജ്യപ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു മാധ്യമ സമ്മേളനത്തിൽ എല്ലാവരും കാത്തിരുന്നത്. എങ്കിലും അത്തരത്തിലുള്ള തീരുമാനങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാതെ ഒരു